ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിസയുടെ ഡോ തയ്യാറാക്കാൻ വേണ്ടി 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണിൻ്റെ അളവിലുള്ള സ്പൂണാണ് എടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ സാധാ ഈസ്റ്റ് എടുക്കുന്നെങ്കിൽ അത് കുറച്ച് നേരം ഇളം ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അത് കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിസയുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഈ ബൗളിൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡോ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്കും കൂടി ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ ആകുമ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഞാനിത് ക്ലിംഗ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പം നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 45 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല ഡബിൾ സൈസ് ആയിട്ട് വരും. ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരുപാട് ചേർക്കേണ്ട, ഒരു നുള്ള് മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കൂടാതെ ഞാൻ ടോപ്പിംഗ്സ് ആയിട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം, സവാള, തക്കാളി, പിന്നെ ഒലിവ്സും ആണ്. ടോപ്പിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. പിസയിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. കുറച്ചെണ്ണ മതി. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം.
ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ നടുക്കെല്ലാം ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ടോപ്പിംഗ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ടോപ്പിംഗ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യം പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ചിക്കൻ വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒലിവ്സ് ആഡ് ചെയ്യാം. അപ്പം ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയുടെ പീസസ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിത് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് കുക്കായോ എന്ന് നോക്കാം. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പിസ്സ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചീസും ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണിത്. ഇപ്പം നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് പാനിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.